തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ സിപിഐഎമ്മിന്റെ സമൂഹമാധ്യമ പ്രചാരണത്തിന്റെ ചുമതലയുള്ള എംപി നികേഷ് കുമാർ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി കോൺഗ്രസ്. സിപിഐഎം പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ നേതാവാണ് എം വി രാഘവനെന്നും അന്ന് സംരക്ഷിച്ചത് കോൺഗ്രസ് ആണെന്നും കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു എം വി നികേഷ് കുമാറിന്റെ പ്രതികരണം. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, അതിനുശേഷം ഇപ്പോൾ ഈ എം വി നികേഷ് കുമാറിന്റെ മറ്റൊരു വെല്ലുവിളിയൊക്കെ വരുന്നുണ്ട്. ഈ മറ്റൊരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് പണം പോയിട്ടുണ്ട്, അതിൽ നിന്ന് പണം പിൻവലിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. വെല്ലുവിളിയൊക്കെ നടത്തി പുതിയ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എന്താണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ മറുപടി? അനുജ, കലാശക്കൊട്ട് ദിവസം മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള വാക്പോരിനാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. രേവന്ത് റെഡ്ഡിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒരു വാക്പോര് അത് ഉണ്ടാവുകയും അത് ഒരു പക്ഷേ അത് പോമോനെ വിജയ എന്നും ഡാഷ്മോനെ എന്നുള്ള വിളികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത് കൂടുതൽ നേതാക്കൾ ഏറ്റെടുക്കുകയും അത് ഇപ്പോഴും അതിൻ്റെ ഒരു വാക്പോര് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രമുള്ളത്. ഇന്ന് രാവിലെ പറഞ്ഞത് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി എന്നുള്ളതല്ല, കേരളത്തിലെ രാഷ്ട്രീയ നേതാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരിപ്പെടുക്കും എന്നുള്ളതായിരുന്നു എം പി നികേഷ് കുമാർ പറഞ്ഞത്. അതിന് മറുപടിയുമായി ഇപ്പോൾ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ഒരു മറുപടി പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സിപിഎം പരിപ്പെടുക്കാൻ ശ്രമിച്ച നേതാവുണ്ടായിരുന്നു, അത് എം വി രാഘവനായിരുന്നു. അന്ന് സംരക്ഷിച്ച MLA സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും നൽകിയത് ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ്. അന്ന് സിപിഎമ്മിന് അതിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇപ്പോൾ സിപിഎമ്മിന്റെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എം വി നികേഷ് കുമാറിന് അതിനൊരിക്കലും സാധിക്കുകയുമില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നേതാക്കൾ ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്നു, അതിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിന് മറുപടിയായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. ഒരു പുതിയ തലത്തിലേക്ക് ഈ പ്രചാരണവും അതിന്റെ വാക്പോരും പോകുന്നു എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി സൂചിപ്പിക്കുന്നത്. അനുജ, ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.